ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബേക്കിംഗ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 16ാം എപ്പിസോഡാണിത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. പാൽപ്പൊടിയും നെയ്യും ഉപയോഗിച്ചുള്ള ഒരു കേക്കാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, നെയ്യ് ഉപയോഗിച്ച് ഒരു കേക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയ്യ് ഉപയോഗിച്ച് കേക്ക് ചെയ്യുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്കിൽ ഐസിങ് ഒക്കെ ചെയ്ത് കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ ഒട്ടും നനവ് കാണരുത്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരംശം വെള്ളം ഉണ്ടെങ്കിൽ പോലും ഈ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വരത്തില്ല. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ബൗളിലോട്ട് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുപ്പൊക്കെ മാറിയ മുട്ട മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ. പിന്നെ ഞാൻ ഗ്ലാസ്സിനാണ് ഇവിടെ എല്ലാം അളന്നെടുക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കപ്പളവില്ലാതെ തന്നെ സാധാരണ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാമോ എന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ എല്ലാം അളന്നെടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിന് തന്നെയാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നു എന്ന് കാണുമ്പോൾ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർക്കരുത്. വളരെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇനി ബീറ്റ് ചെയ്യുക. പഞ്ചസാര ചേർക്കുമ്പോൾ ഹൈ സ്പീഡിലോട്ട് ആക്കിക്കോളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചാൽ മതി. ഇതുപോലെ തന്നെ വരും. പക്ഷേ വേർതിരിച്ചാലേ ഇതുപോലെ വരുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യാം. ഏലക്കയുടെ കുരു എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി അടുത്തതായിട്ട് നെയ്യ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാൻ അതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയ്യ് ഉപയോഗിച്ചൊരു കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എയർ ബബിൾസ് കുറച്ച് പോകുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി കൂടി എന്തായാലും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പാൽപ്പൊടി ഇതിലേക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദ. അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മൈദ ഒന്ന് അരിച്ചിട്ട് വെക്കുക കേട്ടോ. ഞാൻ ഇത് അരിച്ചെടുത്ത മൈദയാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. 1 ഗ്ലാസ് മൈദ കുറേശ്ശെയായിട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല. ചിലവരൊക്കെ പറയുന്നുണ്ട് കേക്ക് ഹാർഡായി പോകുന്നു, ഒട്ടും സോഫ്റ്റ് ഇല്ല എന്നൊക്കെ. നിങ്ങൾ ഈ മിക്സ് ചെയ്യുന്നത് മിസ്റ്റേക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ദിശയിലോട്ട് മാത്രം ഇതുപോലെ ഫോൾഡ് ചെയ്യുക. മാത്രമല്ല പെട്ടെന്ന് മിക്സാക്കാൻ നിൽക്കരുത്. മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഓവർ മിക്സിങ് ആയി കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് കട്ടിയായി പോകും. നമ്മൾ ബേക്കായി വരുന്ന സമയത്ത് അത് ഹാർഡായി പോകും. മാത്രമല്ല ഒട്ടും സോഫ്റ്റും ഒന്നും കാണില്ല. അപ്പോൾ ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടിയേ എടുത്തിട്ടുള്ളൂ. അതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കാരണം ഞാൻ നെയ്യ് ഉപയോഗിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ടുണ്ട്.
അല്ലെങ്കിൽ ഇതിൻ്റെയും ആവശ്യമില്ല. നമ്മൾ ഓയിൽ ബട്ടറൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയും സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. നന്നായിട്ട് ബേക്കായിട്ട് വരും. നമ്മൾ ആ മുട്ട എത്രത്തോളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുവോ അത്രത്തോളം നന്നായിട്ട് ബേക്കായിട്ട് വരും ഇത്. അപ്പോൾ സോഡാപ്പൊടിയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇതുപോലൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഏത് ടിന്നിലും ഒഴിക്കാം. ഇങ്ങനത്തെ ടിന്ന് തന്നെ വേണമെന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലുള്ള ഒരു ടിന്ന് എടുത്തു എന്നേ ഉള്ളൂ. അലൂമിനിയത്തിൻ്റെ ഏത് ടിന്ന് വേണമെങ്കിലും നമുക്ക് ബേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക്. അലൂമിനിയമാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, സ്റ്റീലിൻ്റെ അങ്ങനെ പറ്റില്ല. ഇനി ഞാൻ കുറച്ച് നെയ്യാണ് ഇതിനുള്ളിലേക്ക് പുരട്ടി കൊടുത്തത്. ഇനി കുറച്ച് മൈദ കൂടി ഇട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേക്ക് പെട്ടെന്ന് റീമോൾഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ബാക്കിയുള്ള മാവ് ഞാൻ തട്ടിക്കളഞ്ഞു. ഇനി നമ്മുടെ കേക്കിൻ്റെ ആ ബാറ്റർ ഇതിനുള്ളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒരുപാട് വീഡിയോസിൽ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്കതൊരു ബോറായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ടായിരിക്കും ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ഇതിനായിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ ഏതൊക്കെ രീതിയിൽ ബേക്ക് ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. ഞാൻ ബേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം. ഇഡലിക്കുട്ടത്തിലാണ് എങ്ങനെ ഓവൻ ഇല്ലാതെ നിങ്ങൾ ചെയ്താലും ആദ്യം പ്രീഹീറ്റ് മസ്റ്റാണ്. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഇഡലിക്കുട്ടുവാണെങ്കിൽ ഇഡലിക്കുട്ടും 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഈ ടിന്ന് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ OTG ഓവൻ ഞാൻ ഫസ്റ്റ് പറയാം. 150 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ 10 മിനിറ്റ് ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 55 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. OTGയിൽ കുറച്ച് ടൈം കൂടുതലായിട്ട് വേണം ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കൺവെക്ഷൻ ആണെങ്കിൽ 170 ഡിഗ്രിയിൽ വെച്ചാൽ മതി. 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 തൊട്ട് ഒരു 40 മിനിറ്റ്സ് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ എനിക്ക് ഒരു 40 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയത്. ശരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും കേക്ക് നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പിറ്റേന്നെടുത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പിന്നെ കേക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കേക്ക് ഈ ടിന്നിൽ നിന്നും പുറത്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പകുതി കേക്കും അതിനുള്ളിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് കേക്കിൻ്റെ ചൂടാറിയിട്ട് മാത്രം ഇത് പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ കുറച്ച് പഞ്ചസാരപ്പൊടിയാണിത് കേട്ടോ. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ഇതിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. സിമ്പിളാണ്. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി ഈ സ്പ്രിങ്കിൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഏതെങ്കിലും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്നടിച്ചിട്ട് ഏത് നിങ്ങൾക്ക് റെസിപ്പിയാണ് വേണ്ടത് ആ റെസിപ്പി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽപ്പൊടിയും നെയ്യും ഉപയോഗിച്ചുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടണിൽ പെട്ടെന്ന് തന്നെ അമർത്തി ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് വളരെ കുറവാണ്. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്താലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്. അപ്പോൾ തീർച്ചയായും ആ ലൈക്ക് ബട്ടണിൽ മടിക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ്
ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെൽ ഐക്കൺ കൂടി വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു ബേക്കിംഗ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.